അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഈ രോഗമുള്ളിടത്തെ കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈൻ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വമാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി എന്റെ സദയം തൊടേണേ സുഖമായി ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാജ്യങ്ങളിലെല്ലാം ദൈവം ഒരു ഉടമ്പടി സമൂഹത്തിനെ തമ്പടിച്ച് താമസിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ രാജ്യങ്ങളിലും ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, എല്ലാ രാജ്യങ്ങളിലും അയർലൻഡിൽ പോയി നമ്മളിപ്പോൾ 11 രാജ്യങ്ങളിൽ ഉടമ്പടി ധ്യാനം നടത്തി. അവിടെയെല്ലാം ഒരു വലിയ മലയാള സമൂഹം, ഉടമ്പടി സമൂഹം അവിടെ തമ്പടിച്ച് താമസിക്കുകയാണ്. യൂറോപ്പിൻ്റെ മാനസാന്തത്തിന് വേണ്ടിയും അത് വീണ്ടും റീബാപ്റ്റിസ് ചെയ്യപ്പെടാൻ വേണ്ടിയും നമ്മളെ ദൈവം മലയാള സഭയെ കർത്താവ് ഇന്ന് സ്വർഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയടിച്ച് എപ്പോഴും അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമാണ്? അനുതാപത്തിൻ്റെ വിഷയങ്ങളാണ്. ഈ അനുതാപവും ആത്മാഭിഷേകവും തമ്മിൽ കണക്റ്റഡാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യുന്നത്, സഹോദരങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയല്ലേ. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി കവനന്റ് ബോക്സ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഫോർ എവർ. നിങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ ജീവിത ഭാരം കവനന്റ് ബോക്സിൽ ഈ വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ചപ്പോൾ ഇറ്റ് ഈസ് ഗിവൻ ടു ദി ലോർഡ്. കർത്താവിന് നമ്മൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അതുമായിട്ട് നടക്കരുത്, നിങ്ങളതോടെ നടക്കരുത്. അത് ശരിക്കും അത് സമർപ്പിച്ചിട്ട് പിന്നീട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് വ്യാപൃതരാകേണ്ടത്. ഹൗ ടു ഗിവ് ജീസസ് ടു ദി വേൾഡ്. എങ്ങനെ ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പം ഞാൻ മുമ്പ് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന നമ്മുടെ ഉടമ്പടി ഗ്രൂപ്പുകൾ ഇപ്പോഴ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ 25-ാം തീയതിയാണ് നമ്മുടെ ജോമാർ റാലിക്കൊപ്പം എല്ലാ രാജ്യങ്ങളിലും റാലി നടക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും
റോമിൽ തന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ധ്യാനിപ്പിച്ചത് വത്തിക്കാൻ്റെ നേരെ അടുത്ത അരികിലുള്ള ഒരു പള്ളിയിലാണ്, ഒരു ബസിലിക്ക പള്ളിയിലാണ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചെല്ലുമ്പോൾ ബസിലിക്ക നിറഞ്ഞ് കവിഞ്ഞ് ജനമാണ്. എന്താണ്? എല്ലാ പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ദാഹിച്ച് മോഹിച്ചിരിക്കുന്നതാണ്. ഒരു ഉടമ്പടി സമൂഹമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്, സുവിശേഷമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസം കൈമാറ്റപ്പെടുകയും വിശ്വാസം അതും ജീവിക്കണം. വിശ്വാസം ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ വിശ്വാസത്തിനുള്ള സംഭവിച്ച ദൈവം ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ മതി. ഇപ്പം സോനായുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം സോനയുടെ വിഷയം എന്താണ്? നിങ്ങൾ വന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാകും, നിങ്ങളൊക്കെ സോനയേക്കാൾ ഭാഗ്യവതികളാണ്. എന്താ കാര്യത്തിൽ ഇവർക്ക് സംഭവിച്ചത്, ഇവർ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ച്. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിന് ഡെങ്കിപ്പനി വന്നിട്ട് ശ്വാസതടസ്സം മൂലം ഒരു 6 കല്യാണം കഴിഞ്ഞ് 6-ാം മാസം 2 കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളുള്ളപ്പോൾ 6 കൊല്ലം മാത്രം ഇരിക്കുമ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ചാൽ അവർ അതിജീവനം ഭയങ്കര പാടായിരിക്കും. അവർക്ക് എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇനി ഭാവി എന്താണ്? കാര്യം ഒരു മകനുണ്ട്, ആ അവന് എപ്പിലെപ്സിയ. അവനെ ഇട്ടച്ച് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ജീവിക്കുകയും വേണം. അവന് അപസ്മാരമാണ്. അപ്പോൾ അവന് ഇട്ടിട്ട് ഇനി ജോലിക്ക് പോയി ജീവിക്കണ്ടേ, 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. പക്ഷേ ഈ അപസ്മാര പഠിക്കുന്ന കൊച്ചിനെ എങ്ങനെ ഇട്ടച്ചും പോകും? അവൾക്കാണെങ്കിൽ നിരാശയും സങ്കടവും ഭാരവും ദൈവത്തോട് വെറുപ്പും. ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു? എനിക്കിത്രയും വലിയ ഞാൻ എങ്ങനെയാണ് ഈ കടങ്ങളുണ്ട്. ആ ഒരു പെങ്കൊച്ചുള്ളതാണെങ്കിൽ സംസാരിക്കണില്ല, വീടില്ല. ഇതൊക്കെ കേട്ട് നിങ്ങൾക്കൊന്നും തോന്നണില്ലേ? ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമമാണ്. അപ്പോൾ ഇവള് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അമ്മയോട് പറഞ്ഞ് എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നണത്. കാര്യം എനിക്ക് ഭ്രാന്ത് പോലെ തോന്നണം. അപ്പോൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റ് കൊണ്ടുപോകും, അല്ലെ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉദ്ദേശം അതല്ല. എന്താ അവളുടെ ഉദ്ദേശം? അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. 10,000 രൂപ വെച്ച് മാസം വേണം. ചിട്ടിയല്ല, കടങ്ങളുടെ പലിശ കൊടുക്കണം. 10,000 രൂപ ഒരു മാസം. ഭർത്താവുള്ളപ്പോൾ ഇതെങ്ങനെ കൊടുത്തെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. അതങ്ങനെ അയാൾ വേലയെടുത്ത് കൊടുത്ത് ഇവളെ അറിയിക്കാതെ കൊണ്ടുടക്കിയിരുന്നു. ഇപ്പം ഇതെല്ലാം ഇപ്പോൾ ഇവളുടെ പെടലിക്ക് വന്നു. നീ ഭർത്താക്കന്മാരെ കിട്ടുമ്പോഴൊക്കെ തെറി പറഞ്ഞാൽ ഓർക്കണം, അവരുള്ളപ്പോൾ നമ്മളിതൊന്നും അറിയത്തില്ല, ഇല്ലാത്തപ്പോഴായിരിക്കും വിവരം അറിയാൻ പോണത്. വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചെയ്തപ്പോൾ ഇവൾ മരിച്ചായി. പിള്ളേർക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാം, അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പിള്ളേർക്ക് ആദ്യം ഉറക്ക ഗുളിക കുടിച്ച് പക്ഷെ ഉറക്ക ഗുളിക കിട്ടത്തില്ലല്ല. അതുകൊണ്ട് അവളുടെ അമ്മയോട് പറഞ്ഞ് എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സൈക്കാട്രിസ്റ്റ് ഉറക്ക ഗുളിക കുറിക്കും. അപ്പോൾ അത് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, അവക്കും കഴിക്കാമെന്നും പറഞ്ഞാണ് ഗൂഢലക്ഷ്യമാണ് ഈ അമ്മയും കൊണ്ട് പോണത്. ഇങ്ങനെ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകും. പക്ഷേ അമ്മക്ക് ഉറക്കമൊക്കെ ഉണ്ടോയെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അമ്മ കയറി പറയും നല്ല ഉറക്കമുണ്ടെന്ന് പറയും. മാതാവ് ഇടപെടുന്ന രീതി, ദൈവം ഇടപെടുന്ന കാര്യമുണ്ടല്ലോ. നമ്മൾക്ക് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന് നിന്നെ വേണം. കൈയടിക്കട്ടെ സ്തുതികളെ.
ഓവറോൾ 7.5 എല്ലാ മൊഡ്യൂളിലും 6.5 കുറയാത്ത മാർക്കും ലഭിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെയും അവിടെ നിന്ന് അങ്ങോട്ട് പല തടസ്സങ്ങളും ഉണ്ടായെങ്കിലും അതൊക്കെ മാതാവ് ക്രമീകരിച്ച് മുന്നോട്ട് പോയി. ഈ ഡിസംബർ 27 വിസയ്ക്ക് ഫയൽ ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് വേഗം, സമയം വൈകാതെ, അങ്ങനെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് 11-ാം ദിവസം വിസ അപ്രൂവലാക്കി തരികയും അടുത്ത ആഴ്ച 26-ാം തീയതി മകന് അയർലൻഡിൽ ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊന്നും കൂടി, എൻ്റെ മകൾക്ക് ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവൾക്ക് അത് സാധിച്ചു. അവൾ പ്രഗ്നൻ്റായി. എന്നാൽ ഗർഭധാരണം മുതൽ തന്നെ പല അസ്വസ്ഥതകളും ഓരോരോ കുഞ്ഞു പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. അത് പ്രാർത്ഥിച്ച് തന്നെ മാറിക്കിട്ടി. എന്നാൽ പ്രസവത്തിൻ്റെ ഡേറ്റിന് 5 ദിവസം മുൻപ് മകളും ഭർത്താവും കോവിഡ് ബാധിതരായി. അത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞങ്ങൾ വീണ്ടും മാതാവിനോട് കാശുരൂപം വെച്ചും ജപമാല ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും അതുപോലെ മറ്റെന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നെല്ലാം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച 17-ാം തീയതി രണ്ടാമതൊരു കുഞ്ഞിനെ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോനും മാതാവിനും നന്ദി പറയുന്നു. അതോടൊപ്പം പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ആത്മീയമായ മാറ്റം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ബൈബിൾ വായന ചെല്ലുമായിരുന്നു. പിന്നെ വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മാത്രമല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വിഷമാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അതുപോലെ വചനങ്ങൾ എല്ലാം 41:10, യെശയ്യായുടെ പുസ്തകത്തിലെ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തനാക്കുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുപോലെ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാകുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പത്രം കൊടുക്കാനായിട്ട് പലയിടങ്ങളിലും പത്രം കൊടുക്കാറുണ്ട്. നടന്ന് കുറേ ദൂരങ്ങളൊക്കെ നടന്നു കൊടുക്കാറുണ്ട്. ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ 2 പേരുടെ അടുത്ത് 4 പേരുടെ അടുത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ പറയും, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചില്ല, വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വാങ്ങാതെ ഇരുന്നതിന് കാരണം എൻ്റെ കയ്യിലുണ്ട്, ഇത് മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇത് അനുഗ്രഹമായി തീരുമല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, ഈ ഉടമ്പടി ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുകയാണ്. അതിന് ഇത്രയും ജനങ്ങളെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ജോസഫ് അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് എല്ലാ മാസവും ഒരു ദിവസം 8 മുതൽ 12 വരെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങളത് കൊടുക്കുമായിരുന്നു. അതിന് ഞങ്ങൾ ഹസ്ബൻഡും മകനും ഒക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം ഓരോ സ്ഥാപനത്തിൽ ചെന്ന് കൊടുത്തു. എന്നാൽ അവിടെയൊക്കെ ഇത് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തോന്നി അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വഴിയരികിൽ ഇരിക്കുന്നുണ്ട്, ഒരു വീടും ഇതൊന്നും ഇല്ലാത്ത ആളുകൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കാണുമ്പോൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം, അതാണ് നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഇതൊരു പുണ്യസ്ഥലമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകന് പറയാനുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ആ സമയത്തൊന്നും ഞാൻ പ്രാർത്ഥനയിലോട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല.
അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തോട്ട് ഞാൻ ആത്മീയമായിട്ടോ അതോ കൂടുതൽ ഡീപ്പായിട്ടോ ഞാൻ അതിനകത്ത് പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാനൊരു പല ജോലിക്കും കയറുമായിരുന്നു. പക്ഷേ ജോലികളൊന്നും എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കാനോ അവിടെ നല്ലൊരു ശമ്പളമോ എനിക്കൊന്നും തരാൻ ആരും റെഡി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരോ ജോലികൾ മാറി. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തോട്ട് എനിക്ക് ബിടെക് എഴുതിയെടുക്കാനായിട്ട് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിടെക് എഴുതിയെടുക്കാനായിട്ട് എനിക്ക് രണ്ടാമതൊരു അവസരം മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അത് മാതാവ് ഇങ്ങനൊരു അവസരം നിനക്ക് ഒരിക്കലും കിട്ടില്ല, അത് ഞാൻ പ്രാർത്ഥിച്ച് തന്നെ നേടിയതാണ്, അപ്പോൾ അത് നീ വെറുതെ കളയരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഞാൻ ബിടെക് പാസ്സാവാത്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു, എപ്പോഴും ഭയങ്കര ടെൻഷൻ. അപ്പോൾ പലപ്പോഴും കുറേ നാളുകൾക്ക് ഞാൻ ആ ടെൻഷനിൽ നിന്ന് ഒഴിവാകാനായിട്ട് പല സ്ഥലങ്ങളിൽ പോവും, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി അത് ഞാനിങ്ങനെ ഒരു തരത്തിലുള്ള എസ്കേപ്പിസം അല്ലെങ്കിൽ ഒഴിവാവലുകളാണ് എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ അപ്പോൾ എനിക്ക് പല സമയത്തും ഇങ്ങനെ ഈ ടെൻഷനും ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് വയറിന് ഇങ്ങനെ അപ്സെറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടർ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നിനക്ക് വയറിനോ നിനക്ക് ശാരീരികമായിട്ടൊരു പ്രശ്നമില്ല, പക്ഷേ ഇതെല്ലാം നിൻ്റെ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം, അതിന് നീ ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ, അത് നിനക്ക് തന്നെ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അത് വല്ലാത്തൊരു അവസ്ഥയാണ്, അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ചില സമയത്ത് ടെൻഷൻ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല, പേടി കാരണം ഞാൻ അതിൽ നിന്ന് ഒഴിവാകും, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും. പക്ഷേ ഈ ബിടെക് എഴുതിയെടുക്കാനായിട്ട് എനിക്കൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അത് എഴുതിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എങ്ങനെയോ അതെൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ആ ഒരു സംരംഭം അതിന് ഞാൻ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് ഞാനതിന് അധ്വാനിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാക്കിയായിരുന്നു, പഴയതിനേക്കാളും കുറച്ചും കൂടി ശക്തമാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശ്വാസം വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ ടെൻഷനും കാര്യങ്ങളും കാരണം എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനയിലോട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ടെൻഷൻ വരുമ്പോൾ ഞാൻ ദൈവമേ എനിക്കൊന്നും വരല്ലേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് ഞാൻ അതിൽ നിന്ന് ഒഴിവാവാനായിട്ടോ അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും തീർക്കാനായിട്ടാണ് നോക്കിയിരുന്നത്. ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് ഞാൻ ബിടെക് എക്സാംസ് എല്ലാം പാസ്സായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാനത് പാസ്സായി. ആ സമയത്ത് എക്സാം എഴുതാൻ പോയപ്പോഴും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാൻ അവിടെ പോയി എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് ടെൻഷനൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാഴ്ചരൂപം മമ്മി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നിനക്ക് എന്ത് ടെൻഷൻ വന്നാലും നീ അതിനെ പിടിച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എക്സാം എഴുതാൻ പോയ സമയത്തൊന്നും ഞാൻ അതിന് കാര്യമായിട്ട് ഇത് കൊടുത്തില്ല. കാരണം ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വേറെ ചിന്ത പോകാതിരിക്കാനായിട്ട് അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ടെൻഷൻ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ പേപ്പേഴ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം എഴുതാനായിട്ടുള്ള കോൺസെൻട്രേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തോട്ട് പോകാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലും എക്സ്പീരിയൻസും ഇതും വെച്ച് എനിക്ക് അങ്ങനെ പുറത്തോട്ട് നല്ലൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലൊന്നും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഏജൻസിക്കാർ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ പ്രാർത്ഥന ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു മനസ്സുഖവും ടെൻഷൻ ഇല്ലെന്നല്ല, ടെൻഷൻ കംപ്ലീറ്റ്ലി മാറിയെന്നല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മനസ്സുഖവും ഒരു ഭയങ്കര എന്ത് ചെയ്യുമ്പോഴും എനിക്കൊരു സംതൃപ്തിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഒരു ഹാപ്പിനെസ് വന്നു തുടങ്ങി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഹാപ്പിനെസ് ഞാൻ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്ന് തുടങ്ങിയാണ് ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ ഇൻവോൾവ് ആയി തുടങ്ങിയത്. അന്ന് തുടങ്ങി ഞാൻ അപ്പോൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും എൻ്റെ റൂമിലൊരു ഇവിടെ നിന്ന് മേടിച്ച മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പുറത്ത് പോകുമ്പോഴും ഞാൻ അതും ഇങ്ങനെ തൊട്ട് ദൈവമേ സുരക്ഷിതമായിട്ട് തിരിച്ചെത്താൻ പറ്റണേ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോണേ. അന്ന് തുടങ്ങിയതാണ്. ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ മുകളിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അതുമ്മ തൊട്ടിട്ട് അതെനിക്കൊരു ശീലമായി മാറി. അപ്പോൾ
അതിനുശേഷം എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു. ഇപ്പം ഞാൻ എന്ത് ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും